വിറക്കുന്ന കൈകളോടെ അവൻ കോടാലി ഉയർത്തി. അവളുടെ ജീവൻ രക്ഷിക്കാൻ അവളുടെ കൈ വെട്ടിമാറ്റി. ഹീതർ അതിജീവിച്ചു, പക്ഷേ അവളുടെ ആത്മാവ് അതിജീവിച്ചു. അവൾ സ്വയം വെറുത്തു, സ്വന്തം പ്രതിബിംബത്തെ വെറുത്തു, ആഴത്തിലുള്ള വിഷാദത്തിലേക്ക് വീണു. ദേവ് അവൾക്ക് ഒരു കൃത്രിമ കൈവാങ്ങി. പക്ഷേ ഹീതർ അത് വലിച്ചെറിഞ്ഞു, അതിനെ വൃത്തികെട്ടത് എന്ന് വിളിച്ചു. അങ്ങനെ ശുദ്ധമായ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആസക്തിയുടെ ഒരു പ്രവൃത്തിയിൽ ദേവ് അവളെ പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മനോഹരമായ ഒന്ന്. ഒരു സ്വർണ്ണ കൈ. അവൻ തന്റെ ക്രാക്കറുകൾ വിറ്റു, തന്റെ വീട് പണയപ്പെടുത്തി, ആ സ്വർണ്ണ മാസ്റ്റർ പീസിൽ കെട്ടിച്ചുമക്കാൻ തന്റെ കഴിവിന്റെ ഓരോ ഔൺസും ചെലവഴിച്ചു. അവൻ അത് ഹീതറിന്റെ തോളിൽ വച്ചപ്പോൾ അവൾ വീണ്ടും പുഞ്ചിരിച്ചു, മാസങ്ങൾക്ക് ശേഷം ആദ്യമായി. എന്നാൽ ആ സ്വർണ്ണ സൗന്ദര്യത്തിന് മാരകമായ വില ലഭിച്ചു. ശൈത്യകാലം വന്നപ്പോൾ ഹീതറിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. അവൾ നിരന്തരം ചുമച്ചു, എല്ലാ ദിവസവും ദുർബലമായി. ഡോക്ടർമാർ അവൾക്ക് ശ്വാസകോശത്തിലെ സ്വർണ്ണരോഗം കണ്ടെത്തി. സ്വർണം അവളെ വിഷലിപ്തമാക്കുകയായിരുന്നു. അവളുടെ ചർമ്മത്തതിലൂടെ അവളുടെ രക്തപ്രവാഹത്തിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. അവർ അവളോട് അത് ഉടൻ നീക്കം ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഹീതർ വിസമ്മതിച്ചു. അവൾ പറഞ്ഞു, സുന്ദരിയായി മരിക്കുന്നതാണ് നല്ലത്, തകർന്നു ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ അവൾ അങ്ങനെ ചെയ്തു. മരിക്കുന്നതിനു മുമ്പ് അവൾ ദേവിന് ഒരു കാര്യം വാഗ്ദാനം ചെയ്തു, അവളെ സ്വർണ്ണ കൈകൊണ്ട് അടക്കം ചെയ്യുമെന്ന്. ദേവ് സമ്മതിച്ചു. കണ്ണുനീർ ഒഴുകുന്ന മുഖത്ത് അവൾ ആഗ്രഹിച്ചതുപോലെ അവൻ അവളെ അടക്കം ചെയ്തു. മാസങ്ങൾ കടന്നുപോയി. പിന്നെ വലിയ മാന്ദ്യം വന്നു. ദേവിന്റെ ബിസിനസ് തകർന്നു. അവന്റെ പണം അപ്രത്യക്ഷമായി. ഒരു രാത്രി മദ്യപിച്ച് നിരാശനായി തണുത്ത ഭൂമിയിൽ കിടക്കുന്ന സ്വർണ്ണ കൈ അയാൾ ഓർത്തു. ആ കായയ്ക്ക് അവനെ രക്ഷിക്കാൻ കഴിയൂ. ആ കായയ്ക്ക് അവനെ വീണ്ടും സമ്പന്നനാക്കാൻ കഴിയും. അങ്ങനെ വിളറിയ നിലാവിനു കീഴിൽ ദേവ് ഹീതറിന്റെ ശവക്കുഴി കുഴിച്ചു. അവന്റെ കോരികയുടെ ശബ്ദമൊഴികെ രാത്രി നിശബ്ദമായിരുന്നു. അവസാനം അവൻ അവളുടെ ശവപ്പെട്ടി തുറന്നപ്പോൾ അവൻ മടിച്ചു, പക്ഷേ അത്യാഗ്രഹം അവനെ മുന്നോട്ട് തള്ളി. അവൻ മൂടി തുറന്നു. ഹീതറിന്റെ മുഖം അവനെ തിരിഞ്ഞുനോക്കി, വിളറിയ, നിർജീവമായ. ഇപ്പോഴും ആ തിളങ്ങുന്ന സ്വർണ്ണ കൈ പിടിച്ചു. ദേവ് മന്ത്രിച്ചു, ക്ഷമിക്കണം. ഹീതർ വീണ്ടും കോടാലി ഉയർത്തി. അവൻ കൈ വെട്ടിമാറ്റി. ആ നിമിഷം തന്നെ ഹീതറിന്റെ കണ്ണുകൾ തുറന്നു. ദേവ് മരവിച്ചു. അവളുടെ തണുത്ത, നിർജീവമായ കണ്ണുകൾ അവനെ നോക്കി. അവൻ വേഗം അവ അടച്ചു, ഭയന്നു, കൈയുമായി വീട്ടിലേക്ക് ഓടി. പക്ഷേ ആ ഭീകരത തുടങ്ങിയിട്ടേയുള്ളൂ.